രണ്ടെണ്ണം അടിച്ചാലേ കല്യാണത്തിനൊക്കെ പോകുമ്പോഴുള്ള ആ സദ്യയുടെ സുഖമൊന്നും കിട്ടത്തുള്ളൂ. നമ്മൾ സദ്യയെല്ലാം ഫുഡൊക്കെ കഴിക്കണമെന്നെങ്കിൽ രണ്ടെണ്ണം അടിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണ്. എൻ്റെ ഓർമ്മ, ഞങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയ കാലം മുതൽ മദ്യപിച്ച് അല്ലെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് കല്യാണ സ്ഥലത്തൊക്കെ പോയെങ്കിൽ അവിടെ ഒരു ഓളമുള്ളൂ, ആഹാരം കഴിക്കാനുള്ള മൂടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന ആൾക്കാരാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഒരുപാട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി, സമൂഹത്തിലെ ആൾക്കാരെ മനസ്സിലാക്കി, ചില സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്ക് പബ്ലിക്കുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നും കാണത്തില്ല. അവർക്കൊരു ലൊക്കാലിറ്റി നിന്നുകൊണ്ടുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരുമായിട്ടുള്ള സഹകരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പൊതു ആൾക്കാരെ, പല ആൾക്കാരെ ആൾക്കാരോട് ഇടപെടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പറയുന്നത് എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബോധ്യമൊക്കെ ഏകദേശം ഉണ്ടാവും. അന്ന് ചിലപ്പോൾ നമ്മൾ മദ്യപിക്കാത്ത ആൾക്കാരെ കാണും, മദ്യപാനത്തെ വെറുക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ജീവിതശൈലി. എന്നാൽ ഇടയ്ക്ക് രണ്ടെണ്ണം അടിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ ജീവിതശൈലി. പല അവരെ ഫേസ് ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഈ മദ്യം ഉപയോഗിക്കുന്നവരും ഉപയോഗിക്കാത്തവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കുറേ ആൾക്കാരെ കാണുമ്പം നമ്മൾ അന്ന് നടന്നതെല്ലാം വേണ്ടായിരുന്നു, അങ്ങനൊന്നും അല്ല ഇതിൻ്റെ ശരി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും ചിലർക്ക് കേട്ടോ. എല്ലാവർക്കും ഒന്നുമില്ല, ഈ ബോധം എല്ലാവർക്കൊന്നും ഉണ്ടാവണമെന്നുമില്ല. കാരണം മദ്യപാനമാണ്, രണ്ടെണ്ണം അടിച്ചിട്ട് നിൽക്കുന്നതാണ്. ചില ഉത്സവപ്പറമ്പിലൊക്കെ വലിയ രണ്ട് ചില സംഭവം അടിച്ചിട്ട് വലിയ പുള്ളിയായിട്ട് അവിടെ കൈലിയൊക്കെ ആണെങ്കിൽ അങ്ങ് കയറ്റി കുത്തി വലിയ പുള്ളിയൊക്കെ വെച്ച് മീശയൊക്കെ ചുരുട്ടി വലിയ ഗമയിലിങ്ങനെ ആടി നിൽക്കുക. എന്നിട്ട് വലിയൊരു സംഭവമാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് എന്തൊക്കെയോ പുള്ളിയുടെ ഒരു മനസ്സിലൊക്കെ നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ചിന്താഗതികളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുണ്ട്. പക്ഷേ സമൂഹത്തിലൊരു വിലയില്ലെന്നേ സത്യം. നിങ്ങൾ ആ സമൂഹത്തിലേറ്റ ആ ഒരു പ്രദേശത്തിലെ നിങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിച്ച് അല്ലെങ്കിൽ വലിയ സെറ്റപ്പിൽ നിൽക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ വെറുതെയാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമൂഹം തന്നിരിക്കുന്ന നിങ്ങളൊരു മദ്യപാനിയായിട്ടും വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ടുമാണ്. കാരണം നിങ്ങളെ വിശ്വസിച്ച് വീട്ടിൽ പോലും ആരും കയറ്റത്തില്ല, നല്ലൊരു പണി വിളിച്ചു തരത്തില്ല. അല്ലെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ വരുന്ന ഒരു വ്യക്തി, അവരുമായിട്ടല്ല നിങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല, ആ കുടിയൻ്റെ കൂടെ നീ പോകരുതെന്ന് മാത്രമേ പറയത്തുള്ളൂ. ആ കുടിയനുമായിട്ട് സഹകരിക്കരുതെന്നേ പറയത്തുള്ളൂ. കുടിയൻ ഈ മദ്യപാനം തന്നെയല്ല, പക്ഷെ മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ മദ്യപാനം മൂലം ഉണ്ടാകുന്നത്. പിന്നെ വീട്ടിൽ വെന്നും വഴക്കും കുത്തും ബഹളവും അടിയും ചിലരൊക്കെ കൊണ്ട് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും രണ്ടെണ്ണം വാങ്ങിക്കണം, മനസ്സിലായി? അതവർക്ക് ഭയങ്കര നിർബന്ധമാണ്. അവർ പിന്നെ രണ്ടെണ്ണം വാങ്ങിക്കാതെ അവർ കിടന്നുറങ്ങത്തില്ല. ചില ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഉത്സവത്തിന് പ്രത്യേക നല്ല പരിപാടി, പള്ളി പെരുന്നാൾ, കല്യാണം എന്ന് വേണ്ട ഇങ്ങനെയൊക്കെ നല്ല മനുഷ്യൻ്റെ സന്തോഷം ഉണ്ടാകുന്ന ചില സംഭവങ്ങളിലൊക്കെ ചിലർക്ക് രണ്ടെണ്ണം വാങ്ങിച്ചില്ല ഉറക്കം വരത്തില്ല. അവരതിനു വേണ്ടിയുള്ള പരിപാടിയൊക്കെ എവിടെ നിന്നൊക്കെ ക്രമീകരിക്കാൻ പറ്റും അവിടെ നിന്നൊക്കെ മേടിക്കും. രണ്ടെണ്ണം മേടിച്ചിട്ട് അവിടെ ഇന്നത്തെ ഈ സമൂഹത്തിലൊക്കെ പോയി അതിൽ 10 പേർ ഇടയ്ക്കൊക്കെ പോയി ഇന്ന് ഷോ കാണിക്കുന്നു. ആരെങ്കിലുമൊക്കെ തെറിയൊക്കെ പറയും. അവർ ചെവിക്കൽ നോക്കി പൊട്ടിക്കും, അടിച്ച് താഴെ വീഴും, ഓഫാവും, പിന്നെ എഴുന്നേറ്റ് പോകും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. നമ്മൾ അത്യാവശ്യം വെള്ളം അടിക്കരുതെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ സമൂഹത്തിന് നിങ്ങളെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വെറുതെ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞാൽ വെറുതെ കുറേ മനുഷ്യരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുക എന്നതിനങ്ങപ്പുറത്തോട്ട് ഒരു ഗുണവുമില്ല. കുടുംബത്തിലൊരു സമാധാനം ഉണ്ടാകത്തില്ല. ജീവിതമൊക്കെ നശിച്ച്
കല്ലായി പോകും. ഏതോ വാക്ക് ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷെ അത് ആ രീതിയിലേക്ക് അങ്ങ് പോകും. അങ്ങനെ കുറേ മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കൊക്കെ മാറാൻ പറ്റുന്നവരൊക്കെയാണ് മാറണം. ഒന്നിനും കൊള്ളാത്തവരായിട്ട് ജീവിച്ച് നമ്മൾ ജനിച്ചതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലൊക്കെ ചെയ്യാനുണ്ട്. മദ്യപിച്ച് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, ഒരുപാട് നന്മകളൊക്കെ ചെയ്യും. എത്രയോ കുടുംബങ്ങളൊക്കെ എത്രയോ ഭാര്യമാർ അനാഥരായി, വിധവമാരായി, സമാധാനമില്ലാതെ ഈ ഭർത്താവ് ഉണ്ടായതിൻ്റെ പേരിൽ കല്യാണം കഴിച്ചു എന്ന തെറ്റിൽ അവർ ദുഃഖിക്കുന്നു. ഇവനൊന്ന് ചത്തിരുന്നേ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ സമാധാനം പഠിക്കുന്ന പിള്ളേരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ചെന്നിട്ട് ഏമാർ കള്ളു അടിച്ചിട്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി, വലിയ ഭാര്യയും പിടിച്ച് തല്ലി, കുഞ്ഞുങ്ങളെയും പിടിച്ച് തല്ലി, അലമ്പുണ്ടാക്കി. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കണം. നല്ലതായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടുപിടിക്കുക. നമ്മൾ മദ്യപാനം അത് ശരീരത്തിന്, ആരോഗ്യത്തിന് തന്നെ ശരീരത്തിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇടിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്നു. ഈ മേടിച്ചങ്ങ് കൂട്ടുമോ, ഒരു നാണവും ഇല്ലെന്നുള്ള. എന്നിട്ട് പിന്നെയും അവരുമായിട്ടൊക്കെ തന്നെ ഒന്നിച്ച് നടക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ എന്തായാലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊന്ന് മാറ്റം ഉണ്ടാകട്ടെ. നിങ്ങൾ സമൂഹത്തിൽ നല്ലവരായിട്ട് ജീവിക്കുക. മനസ്സിലായോ? നല്ല ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറും. നമുക്കൊരു മാറ്റ ചിന്തകളുണ്ടാകും. നമ്മൾ ഈ നശിച്ച കൂട്ടുകെട്ടുണ്ട്, അതങ്ങ് ഉപേക്ഷിക്കുക. നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്ത് നല്ല ബന്ധങ്ങളിലേക്ക് പോകും, നല്ല ആശയങ്ങളിലോട്ട് പോകും, നല്ല ചിന്താഗതിയിലോട്ട് പോകും. ഈ നശിച്ചവന്മാരുള്ള കൂട്ടുകെട്ടുണ്ടല്ലോ, അതൊക്കെ നിർത്തണം. ഒരു വിഷം നാടിനെ മൊത്തം നശിപ്പിക്കുന്നുള്ള ചില വിഷജന്തുക്കളുണ്ട് നാട്ടിൽ നശിപ്പിക്കുന്നത്. യുവന്മാരോട്ടൊന്നും കൂടുവാനേ പോകരുത്. കാരണം നല്ല പിള്ളേരും നല്ല കുടുംബത്തിലെ പിള്ളേരും, കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കുടുംബത്തിലെ പിള്ളേരും ഒക്കെയാണ് ഈ നശിച്ചവന്മാരുടെ കൂടെ പോയി നശിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ആർക്കും ഉണ്ടാവില്ല. ജാതിയും മതവും ഒന്നുമില്ല. പക്ഷേ കൂട്ടുകെട്ട്, സുഹൃത്ത് ബന്ധങ്ങൾ ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്ത് നമ്മളുടെ ജീവിതം തകർക്കുന്ന സുഹൃത്താണോ എന്ന് കൂടെ ചിന്തിച്ച് വേണം ചെയ്യുക. ഓക്കെ, താങ്ക് യു.